Audio Jungle. നമസ്കാരം. IG സൂപ്പർ കിങ്സ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2012 ജാനുവരി 26 ഞങ്ങൾ സംരക്ഷണം ചെയ്ത സെറ്റ് മീ ഫ്രീ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് വളരെ അധികം നല്ല പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാൻ സാധിച്ചു. ഒരു ദൈവ പൈതലിന് അനുദിന ജീവിതത്തിൽ ശത്രുവാകുന്ന സാത്താൻ എങ്ങനെ പരീക്ഷിച്ച് കീഴ്പ്പെടുത്തുന്നു എന്നും അതിൽ നിന്നും താൻ എങ്ങനെ വിടുവിക്കപ്പെടുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കുന്ന ആ സ്കിറ്റ് കടന്നു വന്ന ഏവർക്കും വളരെ വിടുതലും അനുഗ്രഹവും ആയി എന്ന് അന്നത്തെ പ്രോഗ്രാമിലെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റെവറൻഡ് പാപ്പച്ചൻ പാസ്റ്റർ എടുത്തു പറയുകയുണ്ടായി. ഇന്നു ഹെലോ ഡോക്ടർ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ പെന്തക്കോസ് തലമുറയുടെ മനസ്സിനെയും ശരീരത്തെയും വലിഞ്ഞു മുറുക്കുന്ന നിരവധി ആത്മീയ രോഗങ്ങൾക്ക് മറുപടിയുമായി പ്രശസ്ത ആത്മീയ രോഗ വിദഗ്ധൻ അമേരിക്കൻ കൗൺസിൽ ഓഫ് സ്പിരിച്വൽ മെഡിക്കൽ സ്റ്റഡീസ് ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ ലാൽ ചാക്കോ വാഴക്കൻ ഇന്ന് നമ്മോടൊപ്പം ലൈനിലുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ വിലയേറിയ ചോദ്യങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിങ്ങൾ വിളിക്കേണ്ട ഓൺലൈൻ നമ്പർ 70707000. ഇമെയിൽ vazhakya@vazhakya.in. ഹലോ ഡോക്ടർ, ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആത്മീയ രോഗ ഗവേഷണ രംഗത്ത് കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലം സേവനം അനുഷ്ഠിച്ച താങ്കൾ ഇന്നത്തെ ലോകത്തെ എങ്ങനെ കാണുന്നു? അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ആത്മീയ രോഗങ്ങൾ? ആത്മീയ ലോകത്തിലെ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ പ്രധാനമായും ആത്മീയ മൂല്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത തലമുറയിലാണ് ഇന്നത്തെ പെന്തിക്കോസ് സമൂഹം ആയിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ വളരെയധികം ഖേദിക്കുന്നു. ആഗോള വ്യാപകമായി ഞങ്ങൾ നടത്തിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, ഇന്നായിരിക്കുന്ന പല വിശ്വാസികൾക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും യാതൊരു കാഴ്ചപ്പാടും ഇല്ലെന്നുള്ളതാണ് അവരുടെ സത്യം. അപ്പോൾ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, വാട്ട് ഈസ് ദ ഗ്യാരണ്ടി ദാറ്റ് വി ലിവ് ഫോർ ടുമോറോ? നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് നമുക്ക് ഇന്ന് ലഭിക്കേണ്ട ആനന്ദങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്നത് വിഡിത്തമല്ലയോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ ആദ്യകാല ചരിത്രമൊക്കെ പഠിച്ചാൽ ഒരു കാലത്ത് വിശ്വാസത്തിനും വേർപാടിനും വിശുദ്ധിക്കും വേണ്ടി വലിയ 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 വില കൊടുത്ത നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് നിന്നും ഇന്നത്തെ തലമുറയിലേക്ക് വന്നപ്പോൾ അവരുടെ വേഷത്തിലും നടപ്പിലും ഭാവത്തിലും രൂപത്തിലും ഒക്കെ ഒരു ആത്മീയ ശോഷണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ തന്നെ ആത്മീയ രോഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മീയ രോഗങ്ങൾ മുൻകാലങ്ങളിലെ പോലെ തന്നെ വ്യാപകമായി തുടർന്നു വരുന്നു. അപ്പോൾ തന്നെ പുതിയ ചില രോഗങ്ങൾ കൂടി ഇന്ന് പെന്തിക്കോസ് സംഭവങ്ങളിൽ നമുക്ക് കണ്ടുവരാറുണ്ട്. ഡോക്ടർ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങളാണ്. ഇന്ന് പലരും കൂട്ടായ്മകൾക്ക് വരുന്നില്ല. അവർ പറയുന്നത് ടെലിവിഷനിലും ഇന്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ നല്ല കൺവെൻഷനുകൾ, നല്ല പാട്ടുകൾ, നല്ല പ്രസംഗങ്ങൾ ഒക്കെ ധാരാളം ലഭിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ അൽക്കോസിൽ നിന്നും കോളയിൽ നിന്നും അജ്മാനിൽ നിന്നും റാസൽഖൈമയിലൊക്കെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്ക് കടന്നു വരണമോ എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ ഡോക്ടർ, അവർക്ക് ഈ കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം മറ്റേ പല മാധ്യമങ്ങൾ കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ ഡോക്ടർ? എന്റെ അഭിപ്രായത്തിൽ നല്ലതല്ല. കാരണം കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം ഒരിക്കലും വീട്ടിലിരുന്നാൽ ലഭിക്കുകയില്ല. കൂട്ടായ്മ മുതി പുടക്കി നീ ഭവനത്തിലായിരിക്കുമ്പോൾ നീ ബന്ധനത്തിലാകുകയാണ് ചെയ്യുന്നത്. ഈ ബന്ധനം ഒഴിവാക്കാൻ എന്തു ചെയ്യണം? ഈ ബന്ധനം ഒഴിവാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും വീട്ടിലടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. അവർ കൂട്ടായ്മകൾക്ക് കടന്നു പോകും. എല്ലാ കൂട്ടായ്മകൾക്കും അവർ കടന്നു പോകും. ദൈവവുമായിട്ട് നിരന്തരമായ ഒരു ബന്ധം സ്ഥാപിക്കുവാനുള്ള ഒരു ക്രയം അല്ലെങ്കിൽ ഒരു ത്വര അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കൊരു കോൾ വരുന്നുണ്ടല്ലോ. ഹലോ ഡോക്ടർ, എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ പാലക്കാട് നിന്ന് പുളിക്കലാണ് വിളിക്കുന്നത്. ഹലോ മിസ്റ്റർ പുളിക്കൽ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞേട്ട പുളിക്കൽ, എന്താണ് താങ്കളുടെ പ്രശ്നം? ഡോക്ടർ, എനിക്ക് വല്ലാത്ത ദഹനക്കേടാണ്. ദഹനക്കേട് എന്ന് പറയുമ്പോൾ അതിനൊരു ജലൂസിലോ അല്ലെങ്കിൽ ഒരു മോക്സാമിനോ സിറപ്പോ മേടിച്ച് കഴിച്ചാൽ പോരെ? അതല്ല ഡോക്ടർ, എനിക്ക് ഈ ആരാധനയ്ക്ക് പോകുമ്പോഴാണ് ഈ ദഹനക്കേട് ഉണ്ടാകുന്നത്. ഈ ആരാധനയുടെ ഏതൊക്കെ സമയത്താണ് താങ്കൾക്ക് ദഹനക്കേട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്? അത് പാസ്റ്റർമാർ ഈ വചനം അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് എന്താ അറിയത്തില്ല, വയറ്റിനകത്ത് ഇങ്ങനെ സുനാമി അടിക്കുന്ന പോലെ ഒരു ഫീലിംഗ്. അപ്പൊ വചനത്തോടുള്ള ഒരു പൊരുത്തക്കേടാണ് താങ്കൾക്ക് അല്ലേ? അതല്ല, എനിക്ക് വചനമൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ പാസ്റ്റർമാർ വചനം വളച്ചൊടിച്ച് പറയുന്നു എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ വരുമ്പോൾ എനിക്കിങ്ങനെ ദഹനക്കേട് അനുഭവപ്പെടാറുണ്ട്. പുള്ളിക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇൻഡൈജഷൻ എന്ന് പറയുമ്പോൾ അതൊരു അസുഖമല്ല. ഇൻഡൈജഷൻ ഈസ് ഓൾവേസ് എ സിംപ്റ്റം ഓഫ് ആൻ അണ്ടർലൈങ് ഡിസീസ്. മനസ്സിലാക്കിയോ? ഈ
വചനം എന്ന് പറയുമ്പോൾ ദൈവദാസന്മാർ പറയുന്ന ആശയങ്ങളോട് അല്ലെങ്കിൽ ദൂതുകളോട് പൊളിക്കലിന് യോജിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ദേഹനക്കേട് ഉണ്ടാകുന്നത്. പിന്നെ ഒരു മുൻവിധിയോടുകൂടി ആരാധനയിലും വചനക്കേൾവിലായിരുന്നാലും ദേഹനക്കേട് സംഭവിക്കാം. ഞാൻ മനസ്സിലാക്കിയത്തോളം കാരണം പൊളിക്കലിന് വചനത്തിന്റെ പരിജ്ഞാനക്കുറവ് കൊണ്ടാണ് ഈ ദേഹനക്കേട് ഉണ്ടാകുന്നത്. പിന്നെ പുള്ളിക്കൽ ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ വരുന്ന പാസ്റ്റർമാര് ഈ പ്രാസമൊക്കെ ഒപ്പിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം അങ്ങോട്ട് വലിച്ചു വാരി കേട്ടരുത്, അത് ദേഹനക്കേട് ഉണ്ടാക്കും. പിന്നെ പുള്ളിക്കൽ രാവിലെ വചനമൊക്കെ വായിക്കുന്ന സ്വഭാവം ഉണ്ടോ? വല്ലപ്പോഴൊക്കെ വായിക്കാറുണ്ട്. വല്ലപ്പോഴൊന്നുമല്ല, വചനം എല്ലാ ദിവസവും വായിക്കണം. വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ ഇപ്പം പുള്ളിക്കൽ പറഞ്ഞതുപോലെ ഇന്ന് പല കേന്ദ്രങ്ങളിലും വചനം എത്താൻ ബുദ്ധിമുട്ടാണ്. അതിനെ കുറിച്ച് എന്ത് പറയുന്നു? പുള്ളിക്കൽ പറഞ്ഞ പോലെ പുള്ളിക്കൽ പറഞ്ഞ കാര്യം ഒരു പരിധിവരെ ശരിയാണ്. കാരണം ശരിയായ ആത്മീയനെ ദഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് ഇന്ന് പല കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത്. ദേഹനക്കേടിന്റെ ഒരു കാരണവും ഒരു പരിധിവരെ അത് തന്നെയാണ്. ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇറ്റ്സ് എ വെരി സീരിയസ് കേസ് ഓഫ് ക്ലിനിക്കൽ മെസ്സേജസ് ഡിസോർഡർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈയിടെ ഞങ്ങൾ അമേരിക്കയിൽ ഓക്ലഹോമയിൽ ഞങ്ങൾ നടത്തിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയിൽ അന്ന് ആഗോള വ്യാപകമായിട്ട് ഏകദേശം 400 ദൈവദാസന്മാർ കടന്നു വന്നിട്ട് അപ്പൊ ഒരു 10 or 100 പേർക്ക് മാത്രമേ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു വാക്യത്തിൽ നിന്ന് സംസാരിക്കാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ സംസാരിച്ചു പറ്റിയിട്ടുള്ളൂ. അപ്പൊ വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ വിശ്വാസികളാണ് നമുക്ക് അതിനുള്ള സെൻസ് നമുക്ക് ഉണ്ടായിരിക്കണം, ഒരു സെൻസിറ്റിവിറ്റി നമ്മൾ പ്രാപിക്കണം, ഒരു സെൻസിബിലിറ്റി നമ്മൾ ഉണ്ടായിരിക്കണം. ഡോക്ടർ, നിരവധി കത്തുകൾ നമുക്കിന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സമയക്കുറവ് കാരണം നമുക്ക് എല്ലാം വായിക്കാൻ ഉദ്ദേശം അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു കത്ത് തിരഞ്ഞെടുത്ത് വായിക്കുന്നു. ഡോക്ടർ, എന്റെ പേര് മാർട്ടിൻ, സ്ഥലം കുമ്പനാട്. ഇനി എന്റെ പ്രശ്നം ഞാൻ തുറന്നെഴുതട്ടെ. പ്രാർത്ഥനയും സാക്ഷ്യവും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രോബ്ലം. അതെ ഡോക്ടർ, സഭായോഗങ്ങൾക്കും മറ്റും ഞാൻ പൊതുവായി പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും തലവേദനയും ദേഷ്യവും ഉറക്കവും ഉണ്ടാക്കുന്നു. അതെ ഡോക്ടർ, പലപ്പോഴും ഞാൻ വിഷയം വിട്ട് പോകുന്നു. പ്രാർത്ഥിക്കാൻ പറയുന്ന വിഷയമല്ല ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഒരിക്കൽ കത്രിമേശയ്ക്ക് വേണ്ടി ചുരുക്കത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സഭയിലെ എല്ലാവരെയും വഹിച്ച് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് എടുത്ത് പ്രാർത്ഥന തീർക്കുവാൻ. ഫലമോ? പിന്നെ പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കത്രിമേശയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്നാണ് അന്നത്തെ വിഷയം. എന്താണ് ഡോക്ടർ, എനിക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നത്? ബ്രദർ മാർട്ടിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ബ്രദർ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർട്ടിനൊരു കാര്യം മനസ്സിലാക്കണം, രഹസ്യ പ്രാർത്ഥന എത്ര നീണ്ടാലും ഒരു കുഴപ്പമില്ല. എന്നാൽ പരസ്യ പ്രാർത്ഥന വിഷയത്തിൽ ഒതുങ്ങി നിൽക്കണം. പലപ്പോഴും രഹസ്യ പ്രാർത്ഥന ഇല്ലാതെ പോകുമ്പോഴാണ് ഈ പരസ്യ പ്രാർത്ഥനകൾ നീണ്ടുപോകുന്നത്. ഉദാഹരണത്തിന് താങ്കളോട് കർത്തൃമേശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് താങ്കൾ എടുത്തു. അതിന് 1 മിനിറ്റ് മതി. കേവലം ഒരു വാക്കിൽ വേണമെങ്കിൽ ഒതുക്കാം. ഉദാഹരണത്തിന് പാസ്റ്റർ സഭയിലെ ഒരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അപ്പച്ചനും കൊച്ചുമക്കൾക്കും വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, അമ്മച്ചിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കണം. ഇതെല്ലാം സാക്ഷ്യത്തിനും പ്രസംഗത്തിനും പാട്ടിനും ഒക്കെ സംഭവിക്കാം. എന്നാൽ ഇതിന്റെ ആത്മീയ വശം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ദേവദാസന്മാർക്ക് കർത്തൃമേശ നടത്തുവാൻ 10-15 മിനിറ്റ് ലഭിക്കുന്നതിന്റെ 10 മിനിറ്റാണ് താങ്കൾ നശിപ്പിച്ചത്. അപ്പൊ താങ്കളുടെ അസുഖം വെച്ച് നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് 5-6 അസുഖമുണ്ട്. അനുസരണ, കൃത്യനിഷ്ഠ, അച്ചടക്കം, അടക്കം ചീട്ട, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ താങ്കൾക്കുണ്ട്. So I'm going to give you a combination of medication which solve all these problems. അനുസരണത്തിന്റെ ഒരു ടാബ്ലറ്റ്, ഒരു 500 mg രാവിലെ വേദവസ്ത്രം വായിച്ചിട്ട് ഒരു 15 ദിവസം കഴിക്കണം. പിന്നെ ഏകാഗ്രതയുടെ ഒരു സിറപ്പ് ഒരു 10 ദിവസം കഴിച്ചാൽ ഈ ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടും. നമുക്കൊരു കോൾ വരുന്നുണ്ട് ഡോക്ടർ. ഹലോ ഡോക്ടർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ യോനാച്ചനാണ്, കോട്ടയത്ത് നിന്ന്. ഡോക്ടർ വാഴക്കയുണ്ടോ? വാഴക്കയല്ല ഡോക്ടർ, വാഴക്കൻ. ഡോക്ടറോട് സംസാരിച്ചോളൂ. സോറി ഡോക്ടർ. പറഞ്ഞോട്ടെ യോനാച്ച, എന്താ താങ്കളുടെ പ്രശ്നം? ഡോക്ടർ, എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു ഡോക്ടർ. താങ്കളുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ താങ്കളുടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്താൽ പോരെ? ഓ, അതല്ല ഡോക്ടർ, എനിക്ക് എന്നെ തന്നെ കാണാൻ കഴിയുന്നില്ല. എനിക്ക് മറ്റുള്ളവരുടെ കുറവുകൾ മാത്രമേ കാണാൻ മറ്റുള്ളവരുടെ കുറവുകൾ മാത്രമേ താങ്കൾ കാണാൻ പറ്റുള്ളൂ. അതെ ഡോക്ടർ, പ്രത്യേകിച്ച് ഈ കത്രിമേശയുടെ സമയത്ത് എന്റെ കണ്ണ് മറ്റുള്ളവരേക്ക് പതിക്കുന്നു. ആരൊക്കെ ഈ കത്രിമേശ എടുക്കുന്നു എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം അവരുടെ കുറ്റങ്ങളും കുറവുകളും എന്റെ മനസ്സിലേക്ക് പതിഞ്ഞു വരുന്നു. അവരുടെ കുറ്റങ്ങളും കുറവുകളും താങ്കളുടെ മനസ്സിലേക്ക് കടന്നു വരും. അതെ ഡോക്ടർ. ഡോക്ടർ, എന്താണ് ഇതിനൊരു പോംവഴി? യോനാച്ച, താങ്കൾ എന്തിനാ മറ്റുള്ളവരുടെ അർത്ഥത്തിലേക്ക് നോക്കുന്നത്? ഓ, എന്നാ പറയാനാ ഡോക്ടർ, അതൊരു ശീലമായി പോയി. യോനാച്ച, താങ്കളുടെ ഒരു വല്ലാത്തൊരു അസുഖമാണ് കേട്ടോ യോനാച്ച.
താങ്കൾ പറഞ്ഞ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറ്റ്സ് മോർ ഓഫ് എ സൈക്കോളജിക്കൽ ഫീലിംഗ്. ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിനെ ഡീജനറേറ്റീവ് കോംപ്ലക്സ് ഓഫ് സെൽഫ് എക്സാമിനേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. ഒരു അപ്പാരന്റ് സിംറ്റംസ് ഒന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയില്ല. എന്നാൽ ചിലരിൽ മാത്രം റെഡ് ഐസ്, സോർ ത്രോട്ട്, റേസിംഗ് ഹാർട്ട്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അങ്ങനെ പല അസുഖങ്ങൾ കാണാൻ പറ്റും. പക്ഷെ യോനാജിന് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? അപ്പൊ അതിന്റെ പ്രശ്നം കഴിഞ്ഞു പോയ യോനാജിന്റെ ജീവിതത്തിന്റെ പാന്താവുകളിലെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കുവാൻ ദൈവദാസൻ 5-10 മിനിറ്റ് നിനക്ക് തരുമ്പോൾ നീ നിന്നെ തന്നെ ചോദന ചെയ്യാതെ നീ മറ്റുള്ളവനെ ചോദന ചെയ്യുന്നു. പലപ്പോഴും സ്വയം ചോദനയുടെ ഗ്രന്ഥികൾ വർക്ക് ചെയ്യാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്നാക്റ്റീവ് ആയിട്ട് വരുമ്പോഴാണ് ഈ അയൽചോദനയുടെ ഗ്രന്ഥികൾ ആക്റ്റീവ് ആകുന്നത്. യോനാജിന് ഈ അസുഖം കൂടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ മൈൻഡ് സർജറിയുടെ ആവശ്യമുണ്ട്. സർജറി വേണോ? സർജറി ഒന്നും വേണ്ടെങ്കിൽ യോനാജൻ ആ സഭയിലെ പാസ്റ്ററുടെ പേരെന്താണ്? പാസ്റ്റർ കുര്യന്റെ അടുത്ത് വന്ന് ഒന്ന് ശാസിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു പരിധി വരെ ഇതിനൊരു മാറ്റം കിട്ടും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ യോനാജൻ വിളിക്കുക കേട്ടോ. ശരി, താങ്ക് യു. അടുത്തതായി ഒരു കോൾ വരുന്നുണ്ടല്ലോ. ഹലോ ഡോക്ടർ, എന്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ വയനാട്ടിൽ നിന്ന് വിജയമ്മയാണ് വിളിക്കുന്നത്. ഹലോ വിജയമ്മ, ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്താണ് വിജയമ്മേ, വിജയമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നും പറയണ്ട ഡോക്ടറെ, എനിക്ക് വിജയമൊന്നും ഇല്ല. ശത്രു അങ്ങ് തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. ശത്രുവിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നില്ല വിജയമേ. ഇത് സഭായോഗത്തിലൊന്നും സമയത്തിന് എത്താൻ പറ്റുന്നില്ല. 2-3 പാട്ട് തീരുമ്പോഴൊക്കെയാണ് ഞാൻ അവിടെ എത്തുന്നത്. പിന്നെ നമ്മുടെ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ കണ്ണടയ്ക്കാൻ പറയുമ്പോഴേക്ക് തന്നെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോകും. പിന്നെ മൂക്കും കുത്തി മുന്നോട്ട് വീണ്ടും മുന്നിലിരിക്കുന്ന സഹോദരി ഒന്ന് ശാസിക്കുമ്പോഴാണ് ഞാൻ എണ്ണിക്കുന്നത്. ഇതൊരു രോഗമാണ് ഡോക്ടറെ. വിജയമ്മയ്ക്ക് രോഗമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ രോഗമാണ്. വിജയമ്മയുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. വിജയമ്മ എബ്രായറിന്റെ 10:23 ഇങ്ങനെ വായിക്കുന്നു. വിജയമ്മ ഈ സഭായോഗങ്ങൾ ലേറ്റ് ആയിട്ട് വരുന്നു എന്ന് പറയുന്നു. ഓഫീസിൽ ഇതുപോലെ ലേറ്റ് ആയിട്ടാണോ ചെല്ലുന്നത്? അയ്യോ, ഓഫീസിലേക്ക് എത്തി എന്റെ ജോലി പോകും. അത് വിജയമ്മയ്ക്ക് അറിയാം. എബ്രായർ 10:23 ഇങ്ങനെ വായിക്കുന്നു. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ തമ്മിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സകല പ്രവർത്തനോട് ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊടുക്കുക. മനസ്സിലായോ? സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിജയമ്മ വിചാരിക്കരുത്. പിന്നെ വിജയമ്മയുടെ രണ്ടാമത്തെ പ്രശ്നം ഉറക്കം. ഇത് വിജയമ്മയുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തെമ്പാടുമുള്ള പാസ്റ്റർമാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുക. ആരാധനയ്ക്ക് വരുമ്പോൾ വിജയമ്മ ഫുഡൊക്കെ കഴിച്ചിട്ടാണോ വരുന്നത്? നല്ലപോലെ കഴിക്കാറുണ്ട്. ആരാധനയ്ക്ക് വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ അത് വിജയമേലെ ആരായാലും ഉറങ്ങിപ്പോകും. പിടികിട്ടിയോ? അങ്ങനെ വിജയമേ കിടന്ന് ഉറക്കം തൂങ്ങുന്നതുകൊണ്ടാണ് ഈ പാസ്റ്റർമാരാകുന്ന ഞങ്ങൾ നിങ്ങളോട് എഴുന്നേക്കാനും കൈ കൊടുക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ പറയുന്നത് കേട്ടോ. വിജയം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവുമായിട്ട് നിരന്തരമായ ഒരു ബന്ധമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ആരാധനയ്ക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. ദൈവമായിട്ട് നമ്മളൊരു നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കണം. ഉദാഹരണത്തിന് എറ്റിസ്ലാറ്റും ദൂവുമായിട്ടുള്ള നെറ്റ്വർക്കിലുള്ള മൊബൈല് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയി പോകും. പലപ്പോഴും ദൈവമായിട്ട് താങ്കളുടെ നെറ്റ്വർക്ക് കട്ടാകുമ്പോൾ താങ്കൾ സ്വിച്ച് ഓഫ് ആയി പോകുന്നു. അതാണ് വിജയമ്മയുടെയും പ്രശ്നം. പിന്നെ വിജയമ്മയ്ക്ക് ഒരു മെഡിക്കേഷന്റെ ആവശ്യമില്ല, ഒരു എക്സസൈസ്. വിജയമ്മ ആരാധനയ്ക്ക് ഒരു ഉറക്കം വരുന്നുണ്ടെങ്കിൽ പാസ്റ്റർ ഓരോ വാക്ക് പറയുമ്പോഴും ഹല്ലേലൂയ പ്രൈസ് എന്ന് ഉറക്കെ പറയണം. എന്നിട്ട് പിന്നെ ഉറക്കം വരികയാണെങ്കിൽ ആമേൻ ഗ്ലോറി ഗ്ലോറി എന്ന് പറയുമ്പോൾ വിജയമ്മ ഉറങ്ങുന്നില്ലെന്ന് മാത്രമല്ല അടുത്തിരിക്കുന്നവരെ ഉണർത്താൻ വിജയമ്മയ്ക്ക് സാധിക്കും. ഓക്കെ വിജയമ്മ? താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ഇപ്പം വിജയമ്മ പറഞ്ഞതുപോലെ ബൈബിളിലും പലരും ഉറങ്ങിയതായിട്ട് നമുക്ക് അറിയാമല്ലോ. ഫോർ എക്സാമ്പിൾ യോന കപ്പലിന്റെ അടിയിൽ കിടന്നുറങ്ങുന്നു, ഏലിയാവ് ചൂരച്ചെടിയുടെ അടിയിൽ കിടന്നുറങ്ങുന്നു, സാംസൺ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങുന്നു, യുദ്ധിക്കോസ് വാളുകൾ മുറിയിൽ കിടന്നുറങ്ങി താഴെ വീഴുന്നു. അവരൊക്കെ ഉറങ്ങുന്ന സാഹചര്യം വേറെ. സങ്കീർത്തനം പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു, നീയല്ലോ യഹോവ എന്നെ ഉറങ്ങുമാറാക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ അതും ഇതുമായിട്ടൊന്നും കോറിലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ. ഹലോ ഡോക്ടറിന്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഡോക്ടറെ, ഞാൻ അൽഷാബെന്ന ആശയാണ് വിളിക്കുന്നത്. ആശ പറഞ്ഞോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്താണ് ആശയുടെ ചോദ്യത്തിന് ഒരു പ്രത്യാശയില്ലല്ലോ? എന്തോ ഡോക്ടറെ, എനിക്ക് ആകെ അങ്ങ് നിരാശയാണ്. എനിക്കാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. എന്റെ ആത്മീയ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ ഞാൻ അങ്ങ് തളർന്നു പോയിരിക്കുക. അതെന്താ ആശയുടെ കുടുംബജീവിതത്തിൽ സമാധാനമില്ല, അല്ലെ കുടുംബത്തിൽ തകർച്ചയാണെന്ന് പറയുമ്പോൾ ഈ കുടുംബജീവിതത്തിന്റെ സമാധാനത്തെ തകർക്കുന്ന എന്തോ ഒരു പ്രശ്നമാണ് താങ്കളുടെ ജീവിതത്തിലുണ്ട്. അതെ ഡോക്ടറെ, എന്തു പറയാനാ, എന്റെ ഭർത്താവ് ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന കാരണം എന്നും വീട്ടിലങ്ങ് വഴക്ക. ഈ ക്രിക്കറ്റ് കാരണം ഇപ്പൊ ഉള്ള സമാധാനവും കൂടെ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് ഡോക്ടറെ അടുത്ത് 2-3 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉണ്ട്. ഉണ്ട്.
ചോദിക്കട്ടെ? എനിക്ക് ഒന്നാമത്തെ ചോദ്യം, നമ്മൾ വിശ്വാസികൾ ക്രിക്കറ്റ് കളിക്കുന്നത് ശരിയാണോ ഡോക്ടറെ? ചോദ്യം കഴിഞ്ഞോ? ഇല്ല, ഇനിയുണ്ട് 2 ചോദ്യം. എന്റെ ഭർത്താവിന് ഒരു ചികിത്സയുടെ ആവശ്യമുണ്ടോ? ചികിത്സയുടെ ആവശ്യമുണ്ടോ? എന്റെ കുടുംബ ജീവിതത്തിൽ ഇനി എനിക്കൊരു സമാധാനം കിട്ടുമോ? താങ്കളുടെ കുടുംബ ജീവിതത്തിന് ഒരു സമാധാനം കിട്ടുമോ? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആശ ഇവിടെ ചോദിച്ചത്. ഇന്ന് പ്രത്യേകിച്ചും ആത്മീക രോഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ ആശയുടെ ഈ ചോദ്യത്തിന് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ആസ് എ ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ആശയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം വിചാരിക്കുക. ആശയുടെ ആദ്യത്തെ ചോദ്യം, വിശ്വാസി ക്രിക്കറ്റ് കളിക്കുന്നത് ശരിയാണോ? നമ്മൾ ബൈബിളിൽ ഉടനീളം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് കളിയെ കുറിച്ചോ ഒരു സ്പോർട്സിനെ കുറിച്ചോ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ചില വാക്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് ക്രിക്കറ്റിനെ കുറിച്ചാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഉദാഹരണത്തിന് യെശയ്യാവിന്റെ പുസ്തകം 22:18 ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ പന്ത് പോലെ ചുഴറ്റിയെറിയും. ഞാൻ നിന്നെ പന്ത് പോലെ ചുഴറ്റിയെറിയെന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അത് കുറച്ചുകൂടെ ക്ലിയറാ. അതെങ്ങനെയാ ഇംഗ്ലീഷിൽ വായിക്കുന്നത്? He will roll you up tightly like a ball and throw you into a large country. Oh my God, he will roll you tightly like a ball. നമ്മൾ ബോൾ ടൈറ്റ് ചെയ്ത് എറിയുന്നത് ക്രിക്കറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പ്രവാചകനാകുന്ന യെശയ്യാവ് അങ്ങനെ ഒരു പുസ്തകം എഴുതുമ്പോൾ അന്നത്തെ കാലത്ത് ക്രിക്കറ്റ് എന്നൊരു കളിയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ആശയുടെ രണ്ടാമത്തെ ചോദ്യം, ആശയുടെ കുടുംബജീവിതത്തിനൊരു സമാധാനമുണ്ടോ? ആശ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഗൾഫിലെ ഈ തിരക്കേറിയ ജോലി തിരക്കിനിടയിൽ ഭർത്താക്കന്മാർ 6-7 ദിവസം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് 1-2 ദിവസം 1-2 മണിക്കൂർ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ആശ അതിനെ പ്രൊമോട്ട് ചെയ്യണം. ഞങ്ങൾ വി ഡോക്ടേഴ്സ് ഓൾവേസ് റെക്കമെൻഡ് ദ പീപ്പിൾ എൻഗേജ് ഇൻ ദ ഫിസിക്കൽ ആക്ടിവിറ്റി. പിന്നെ ഇതിന്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ആശ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ക്രിക്കറ്റ് ഈസ് എ ഗുഡ് സ്പോർട്ട് ടു ഇൻക്രീസ് ദ സ്റ്റാമിന, ടു ഇൻക്രീസ് ദ ഫിസിക്കൽ സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, to strengthen the muscles and bones. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ക്രിക്കറ്റ് കൊണ്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു ആത്മീക വശം നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഈ സഹോദരന്മാർ they are using this platform not only for playing cricket but also they are meeting new people, they are making them friends and they are sharing the word of God. ദൈവവചനം പ്രചരിപ്പിക്കുവാനുള്ള ഒരു വലിയൊരു വേദിയായിട്ടാണ് അവർ ഈ ക്രിക്കറ്റിനെ കാണുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഒരു കാലത്ത് 1-2 പേരായി തുടങ്ങി വെച്ച ഒരു ചെറിയൊരു പ്രസ്ഥാനം ഇന്നൊരു മഹാസമ്മേളനമായി നമുക്ക് കൂടുവാൻ സഹായിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. പിടികിട്ടു ആശ? എല്ലാ സംശയങ്ങൾക്കും ഉത്തരവായി. എന്നാൽ ഇതിന്റെ ആത്മീയ വശം ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, അതിന്റെ 4:16 നിങ്ങളുടെ 4:16 ഇങ്ങനെ പറയുന്നു, കായിക അഭ്യാസം അല്പ പ്രയോജനം. എന്നാൽ ഇത് അല്പ പ്രയോജനത്തെക്കാൾ കൂടുതൽ താങ്കളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആശ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം പ്രാപിക്കാൻ തോന്നില്ല കേട്ടോ ആശ. അതുകൊണ്ട് ആശ ഭർത്താവിനോട് നിരപ്പ് പ്രാപിക്കണം. ഇനി ഭർത്താവിനെ എന്ന് ക്രിക്കറ്റ് കളിക്കാൻ വിടുമോ? ആലോചിക്കാം. ഡോക്ടർ ഇപ്പൊ ആശ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കുടുംബങ്ങളില് ക്രിക്കറ്റ് മൂലം പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇത് ആശയുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തുള്ള എല്ലാ ഭാര്യമാരുടെയും പ്രശ്നമാണ്. ഒരിക്കൽ അൽക്കോസില് ഞങ്ങളുടെ ഫാമിലി കൗൺസിലിംഗ് പ്രോഗ്രാം നടത്തും. അന്ന് ജ്യോതി എന്ന് പറഞ്ഞൊരു സഹോദരി കരഞ്ഞു കൂടി എന്റെ അടുത്ത് വന്നു. സഹോദരിയുടെ പ്രശ്നം 3 പെൺകുട്ടികളുള്ള തന്റെ പിതാവ് ക്രിക്കറ്റ് കളിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഞാൻ സഹോദരിയോട് പറഞ്ഞു, 3 പെൺകുട്ടികളുടെ പിതാവ് എന്നുള്ളത് ക്രിക്കറ്റ് കളിക്കുന്ന തടസ്സമല്ല. എന്നാൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ അവർക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ ഒരുമിച്ചൊരു സഹകരണം ആ കുടുംബത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ അവിടെ ഒരു കുഴപ്പവുമില്ല. എന്നാൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് ക്രിക്കറ്റ് കളിച്ചാൽ അവിടെ ജോലിയല്ല, ലോകത്ത് ഒരു ഭാര്യയും സമ്മതിക്കില്ല. അതുകൊണ്ട് ലോകത്തിന്റെ നാനാ വിഭാഗത്തു നിന്നും എന്റെ ഈ പ്രോഗ്രാം ശ്രമിക്കുന്ന നല്ലപരമായ എന്റെ സഹോദരികളോട് എനിക്ക് ഒറ്റൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ സന്തോഷകരമായ കുടുംബജീവിതത്തിനും സമാധാനത്തിനും ഭാസുരമായ ഭാവിക്കും ഈ ഒരു പ്രോഗ്രാം ഒരു താക്കീതായി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അവസാനമായി നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്രകാരം ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് നടത്തുവാൻ വേദി ഒരുക്കി തന്ന IPL കമ്മിറ്റിയോടും യുവ ചാനലിനോടുമുള്ള നന്ദി ഞങ്ങൾ പ്രാരംഭമായി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ഇന്ന് രാത്രികാലം ഇവിടെ അവതരിപ്പിച്ച ഈ പ്രോഗ്രാമിലെ
കഥാപാത്രങ്ങൾ, സിറ്റുവേഷൻസ്, രോഗങ്ങൾ എല്ലാം തികച്ചും സാങ്കല്പികങ്ങൾ മാത്രമാണ്. എന്നാൽ ഇവയിൽ ചിലതൊക്കെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമെന്ന് തോന്നിയെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രം. പ്രചോദനങ്ങളായ നിരവധി പ്രോഗ്രാമുകൾക്ക് സാക്ഷ്യം വഹിച്ച ഈ വർഷിപ്പ് സെന്ററിന്റെ അങ്കണത്തിൽ നിന്ന് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ഇമ്മാനുവൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ യുവജന ക്രിക്കറ്റ് ടീമായ IAG സൂപ്പർ കിങ്സിന് ഒരു മുദ്രാവാക്യം മാത്രമേ ഇവിടെ നിന്ന് വിളിച്ചു പറയുവാനുള്ളൂ. കഴിഞ്ഞുപോയ നിന്റെ ആത്മീയ ജീവിതത്തിന്റെ പാന്താവുകളിൽ എവിടെയെങ്കിലും മേൽപ്പറഞ്ഞ ആത്മീയ രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഉണരുവാനുള്ള നാന്തിയാകട്ടെ ഇന്നത്തെ അസ്തമയ ശോഭ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആയിരക്കണക്കിന് നിയോൺ ലാമ്പുകൾ കെട്ടണയുന്ന ഈ ഷാർജ പട്ടണത്തിൽ നാളത്തെ പ്രഭാത സൂര്യൻ പൊട്ടിവിരിയുമ്പോൾ പുതിയ തീരുമാനത്തോടെ, പുതിയ പ്രതിഷ്ഠയോടെ, പുതിയൊരു തിരിച്ചറിവോടെ ഉണരുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവാത്മാവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആഹ്വാനത്തോടും കൂടി ഈ പ്രോഗ്രാം ഇവിടെ ഞങ്ങൾ ഉപസംഹരിക്കും.